ഉറക്കാമലയിലുണ്ടായ 15-കാരനെ ബലം പ്രയോഗിച്ച് നീക്കിയ പോലീസിന്റെ ഇടപെടൽ. അതിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. റൂറൽ എസ് പി ബാലാവകാശ കമ്മീഷന് വിശദീകരണം നൽകണം. സംഭവത്തിൽ റൂറൽ എസ് പിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അഖില CP വിവരങ്ങളുമായി ചേരുകയാണ്. അഖില, ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ അതിലൊരു അമിത ബലപ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ആകുമ്പോൾ സ്വാഭാവികമായും പരീക്ഷ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും മാനുഷിക പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം? മാധു, അതായത് ഇപ്പോൾ റൂറൽ SP പോലീസ് ഈ മേപ്പയൂർ DYSPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ഈ റൂറൽ SPയോടാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. 10 ദിവസത്തിനകം ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഒരു 15 വയസ്സുകാരനെ ഈ ആളുകൾ കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളിടയിൽ കൂടെ വലിച്ചഴക്കേണ്ട സാഹചര്യം എന്താണ് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ റൂറൽ SPയോട് റിപ്പോർട്ട് അല്ലെങ്കിൽ വിശദീകരണം തേടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഒരു 15 വയസ്സുകാരനെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഈ ഏറ്റവും പ്രധാനം 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വലിച്ചഴിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും കുട്ടി പോലീസുകാരനോട് പറയുന്നുണ്ട് 10ാം ക്ലാസ് പരീക്ഷയാണ്, എന്നെ വിടണം എന്നുള്ള കാര്യങ്ങൾ. ഈ കുട്ടിയും സമീപത്ത്, അതായത് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളും ഈ പറയുന്ന പുരുഷന്മാരും എല്ലാം പോലീസ് സ്റ്റേഷനിൽ എത്തി പറഞ്ഞതാണ്. പക്ഷെ കുട്ടിയെ വിടാൻ തയ്യാറായില്ല. ഒരു പ്രതികാര നടപടി എന്നോണമാണ് പോലീസ് കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നാണ് ഇപ്പോൾ പിതാവ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കുട്ടിയും നമ്മളോട് പ്രതികരിച്ചു. അതായത് ഇവനെ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ എന്ന രീതിയിലാണ് പോലീസുകാർ ഈ വണ്ടിയിലിരിക്കുമ്പോഴും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ എത്തിച്ചപ്പോഴും ഈ പോലീസുകാർ, അതായത് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെ 15ഓളം വരുന്ന പോലീസുകാർ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ കുട്ടി നമ്മളോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ഈ പറയുന്ന ഒരുപാട് ഇപ്പോൾ 15 വയസ്സുകാരനെ ഒരു ആളുകളുടെ ഇടയിൽ കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഭാവിയിൽ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 10ാം ക്ലാസ്സുകാരനാണ്, വെറും 15 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. അപ്പോൾ ഇന്നലെ ഈ പറയുന്നത് പോലെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പരീക്ഷ കഴിഞ്ഞ് വന്ന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഈ പറയുന്ന പോലെ ദേഹം മുഴുവൻ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ തന്നെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം കുട്ടി നേരിട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും റൂറൽ SP എല്ലാം ഈ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. മാധു, ശരി. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ക്വാറി വിരുദ്ധ സമരത്തിനിടെയാണ് 15-കാരനെ പോലീസ് അങ്ങനെ ബലം പ്രയോഗിച്ച് നീക്കിയും ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് തേടുന്ന സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നത്.